ദൈവത്തിന് സ്തുതി. എൻ്റെ കർത്താവിന് സ്തുതി. എൻ്റെ പേര് ആൻ്റണി ഷാജു, കണ്ണൂർ ജില്ലക്കാരനാണ്. ഞാൻ 2005 ദുബായിൽ വന്നതാണ്. അതിനുശേഷം ഞാൻ 1 വർഷം അൽഷബി എന്ന കമ്പനിയിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹത്താൽ നല്ലൊരു ജോലി പാലസിലേക്ക് കിട്ടി. അങ്ങനെ പാലസിൽ 6 വർഷം ജോലി ചെയ്ത് ഞാൻ സ്വരുക്ക് കൂട്ടി വെച്ച പൈസ കൊണ്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയിവിടെ. അങ്ങനെ അത് 2000 കൊറോണ ടൈം ആകുമ്പോഴത്തേക്ക് എനിക്ക് പല ഭാഗത്തുനിന്നും പൈസ കിട്ടാണ്ട് അവർ ചീറ്റ് ചെയ്ത് എന്നെ സാമ്പത്തികമായി ടെൻഷനിലായി. അങ്ങനെ ലേബർ താമസിക്കുന്ന അക്കോമഡേഷൻ്റെ ചെക്ക് ബൗൺസായി. അങ്ങനെ അവർ റിയൽ എസ്റ്റേറ്റുകാർ കേസ് കൊടുത്ത് എമിഗ്രേഷൻ ബാനായി. ഞാൻ നാട്ടിലേക്ക് പോകാൻ കഴിയാതെ 5 വർഷത്തോളമായി. വിസ ഒന്നുമില്ലാതെ ഇവിടെ ചെറിയ ചെറിയ ജോലിയായിട്ട് ചെയ്ത് 3 മക്കളാണ്. അവരെ മൂത്താളെ പഠിപ്പിന് വേണ്ടിയിട്ടും മൂത്താളെ പഠിപ്പും ഡിഗ്രി ആയിരുന്നു അന്നേരം. മറ്റുള്ളതെല്ലാം ചെയ്ത് മക്കളെ 3 ആളും പഠിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ 2024 എനിക്ക് പെട്ടെന്നൊരു അസുഖം പിടിച്ച് റൂമിലായി. അങ്ങനെ ഇരിക്കുമ്പോഴൊന്നും ഞാൻ പള്ളിയിൽ സെൻറ്റ് മേരി ചർച്ചിലായിരുന്നു. പ്രാർത്ഥനയും പ്രയർ ഗ്രൂപ്പിലെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു പ്രയർ ഗ്രൂപ്പിലെ ബ്രദർ പറഞ്ഞു പള്ളിയിലേക്ക് പോകാൻ, പള്ളിയിൽ വിവരം അറിയിക്കാൻ. അങ്ങനെ സെൻറ്റ് മേരി ചർച്ചിൽ വിവരം അറിയിച്ച് അവിടെ നിന്ന് ബ്രദർമാർ വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആഷതി ഹോസ്പിറ്റലിൽ 4 മാസം 100 ദിവസത്തോളം ഞാൻ അവിടെ ചികിത്സ ചെയ്ത് അങ്ങനെ ഇപ്പോൾ സുഖമായി, പൂർണ്ണമായിട്ട് സുഖമായി. ഇപ്പോൾ ഇവിടെയാണ്, കരാമയാണ്. അങ്ങനെ അത് എല്ലാം ബ്രദർമാരും ഇതെല്ലാം ചെയ്തതെന്ന് അതിന് സെമരിറ്റൻസ് ഇടപെട്ട് അങ്ങനെ ആ ചെക്ക് കേസ് എനിക്ക് 44,000 രൂപ ഞാൻ കൊടുക്കാനായിരുന്നു റിയൽ എസ്റ്റേറ്റിന്. അതേപോലെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പം എൻ്റെ അടുത്ത് പറ്റിയ ഒരു ദേവേൻ്റെ ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ക്യാൻസൽ ചെയ്തിട്ടില്ല, ഞാനതങ്ങ് വിട്ടുപോയി. അങ്ങനെ അതിനും ഒരു 6,000 രൂപയോളം ഫൈൻ വന്നു. അങ്ങനെ സെമരിറ്റൻസ് ഇടപെട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അവരായിട്ട് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് ഇപ്പോൾ അവർ സെക്രട്ടേഴ്സ് തന്നെ അത് ഫുള്ളായിട്ട് അടച്ച് ഞാൻ ഇപ്പം നാട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അതേപോലെ പള്ളി സെൻറ്റ് മേരീസ് ചർച്ചും അതേപോലെ ബ്രദർമാർ എല്ലാവരെയും പ്രാർത്ഥനയും അച്ഛന്മാരുടെയും നാട്ടിലെ വലവായി എല്ലാവരെയും പ്രാർത്ഥനയോടെ എനിക്ക് പൂർണ്ണ ആരോഗ്യം തന്നെ കർത്താവ് എന്നെ അപ്പൻ എനിക്ക് പൂർണ്ണമായി അസുഖമെല്ലാം സുഖപ്പെടുത്തി ഇപ്പോൾ ഞാൻ ഇങ്ങനെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇതും കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിലേക്ക് പോകും. എൻ്റെ കർത്താവായ അപ്പൻ ഞാൻ 1000 നന്ദി പറയുന്നു. അതേപോലെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ പ്രാർത്ഥന എപ്പോഴും സെൻറ്റ് മേരീസ് ചർച്ചിനും അവിടെയുള്ള കൂട്ടായ്മകൾക്കും എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പനെ സ്തുതി.